രാഹുൽ, എന്തായി കാര്യങ്ങൾ? അവളെ, എന്റെ ശിഖയെ കാണാൻ കഴിഞ്ഞോ? ഇല്ല അർജുൻ, അവൾ ആ ഫ്ലാറ്റിൽ തന്നെയാണ് മുഴുവൻ സമയവും. അതിനകത്തു നിന്ന് ഒന്ന് പുറത്തിറങ്ങുന്നു കൂടിയില്ല. പിന്നെ എനിക്ക് ആ ഫ്ലാറ്റിൽ കയറി ചെന്ന് അവളെ കാണാനൊന്നും പറ്റില്ലല്ലോ. അതിനും ഞാനൊരു ശ്രമം നടത്തി നോക്കി, പക്ഷേ അത് 8 നിലയിൽ പൊട്ടി. പക്ഷെ എങ്ങനെയും അവളെ കാണാൻ ശ്രമിക്കണം. അവളുടെ മനസ്സിൽ ആ ദേവന് സാക്ഷാൽ പരമശിവന്റെ സ്ഥാനമാണ്. ആദ്യം അത് തന്നെ ഇല്ലാതാക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനെ പറ്റി പറഞ്ഞാൽ അവളത് കണ്ണടച്ച് വിശ്വസിക്കില്ല. അതിന് വ്യക്തമായ തെളിവുകൾ വേണം. സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മളത് ഉണ്ടാക്കണം. എന്നിട്ട് അത് അവളെ കൊണ്ട് വിശ്വസിപ്പിക്കണം. അവളായിട്ട് അവനെ ഉപേക്ഷിക്കണം. അവനോടുള്ള ആ സ്നേഹം മാറി അവിടെ വെറുപ്പാകണം. അങ്ങനെ അവനുമായി പിരിഞ്ഞു കഴിയുന്ന അവളുടെ മനസ്സിൽ ഞാൻ പതിയെ സ്ഥാനം പിടിക്കും. അത് എന്നോടുള്ള സ്നേഹമാക്കി മാറ്റി. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഞാൻ അവളെ. ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട്. അവളുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ ഇഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയതാണ്. പക്ഷേ പിന്നെയല്ലേ ഞാൻ അറിയുന്നത് അവൾ ശിഖ എൻ്റെ ആജന്മ ശത്രുവായ വിശ്വനാഥന്റെ മകളാണെന്ന്. എൻ്റെ അച്ഛൻ പ്രതാപൻ വിശ്വനാഥന്റെ വിശ്വസ്തൻ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഒക്കെയായിരുന്നു. ഒരിക്കൽ അച്ഛൻ എൻ്റെ അമ്മാവിൻ്റെ നിർബന്ധപ്രകാരം അയാളെ അറിയിക്കാതെ കുറച്ച് പൈസ കണക്കിൽ കാണിക്കാതെ എടുത്തു. ആദ്യമൊക്കെ അച്ഛന് പേടിയായിരുന്നു. അച്ഛനെ വിശ്വാസമായിരുന്നതുകൊണ്ട്, വിശ്വനാഥൻ അക്കൗണ്ട് സെക്ഷൻ ആയിരുന്നതുകൊണ്ടും പണമിടപാടുകൾ ചെയ്യാൻ ഏൽപ്പിച്ചതോ എൻ്റെ അച്ഛനെയും. ആ അവസരം അച്ഛൻ മുതലെടുത്തു. പലപ്പോഴായി അച്ഛൻ കോടികൾ അവിടെ നിന്നും മറിച്ചു. അതൊന്നും ഒരിക്കൽ പോലും വിശ്വനാഥൻ അറിഞ്ഞില്ല. അതൊന്നും അയാൾ അറിയാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എവിടെയോ ഒരിക്കൽ അച്ഛന് പിഴച്ചു. ആ വിശ്വനാഥന്റെ സെക്രട്ടറി അച്ഛൻ്റെ കളികളൊക്കെ കണ്ടുപിടിച്ചു. അതിൻ്റെ തെളിവുകൾ വിശ്വനാഥൻ കാണിച്ചു. അങ്ങനെയാണ് എൻ്റെ അച്ഛനെതിരെ അയാൾ കേസ് കൊടുത്തത്. വേറെ വഴിയില്ലാതെ അച്ഛൻ വിശ്വനാഥനെ കണ്ട് അയാളുടെ കാലു പിടിച്ചു മാപ്പ് പറഞ്ഞു. പക്ഷെ അയാൾ ക്ഷമിക്കാൻ തയ്യാറായില്ല. അയാളുടെ മുന്നിൽ തോൽക്കാൻ അച്ഛനും കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ 2 വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത്. പക്ഷേ അവിടെയും പിഴച്ചു. അവൾ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അവളെ വെച്ച് കേസിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു അച്ഛൻ പ്ലാൻ ചെയ്തിരുന്നത്. അച്ഛനാണ് മകളെ കാണാതായതിനു പിന്നിലെന്ന് അറിഞ്ഞ വിശ്വനാഥൻ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിച്ചു. ആ അവസരം അച്ഛൻ പ്രയോജനപ്പെടുത്താൻ നോക്കി. മകളെ കിട്ടണമെങ്കിൽ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അതിന് സമ്മതിച്ചതാണ്. പക്ഷേ പിന്നെ എങ്ങനെയോ അയാൾ അറിഞ്ഞു അവൾ അവരുടെ കയ്യിലില്ലെന്ന്. അതുകൂടി അറിഞ്ഞ വിശ്വനാഥൻ അച്ഛൻ്റെ പേരിൽ കിഡ്നാപ്പിംഗ് കേസ് കൂടി കൊടുത്തു. എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് ശിഖയെ കണ്ടെത്താനായില്ല. അച്ഛനാണ് അവളെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തതെന്നതിന് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കേസിൽ അച്ഛനെ വെറുതെ വിട്ടു. പക്ഷേ പണം തിരിമറി ചെയ്ത കുറ്റത്തിന് അച്ഛന് ശിക്ഷ കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയില്ല ശിഖ അത് അയാളുടെ മകളായിരിക്കുമെന്ന്. ശിവരാമനങ്കിൾ അച്ഛൻ്റെ പഴയൊരു ഫ്രണ്ടാണ്. വർഷങ്ങളായി അവർ തമ്മിൽ കണ്ടിട്ട്. എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അച്ഛനും ഞാനും ശിവരാമനങ്കിളിൻ്റെ വീട്ടിൽ പോകുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി എനിക്ക് അവളോട്. പിന്നെ എന്നും ഞാൻ അവളുടെ കൂടെ തന്നെയായിരുന്നു. അവൾ എന്നും കൂടെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത്. അതിനവൾ റിപ്ലൈ ഒന്നും തന്നതുമില്ല. പിന്നെ ഞാൻ അവളെ കാണുമ്പോൾ ആ ദേവൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അവളോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടൊന്നുമല്ല, അവളുടെ അച്ഛനോടുള്ള പ്രതികാരം വീട്ടാൻ. എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്ന് അനുഭവിച്ചതിനൊക്കെ അവളെ കൊണ്ട് കണക്ക് പറയിക്കണം. അതിനവൾ എൻ്റെ കൂടെ വേണം. അവൻ ഒരുതരം ക്രൂരഭാവത്തിൽ പറഞ്ഞു നിർത്തി. രാഹുൽ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാം കേട്ടിട്ട് അവിനാശിനും ദേവനും അവരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു. അർജുൻ, ഇനി എന്താ ചെയ്യേണ്ടത്? ആ ദേവനാണ് തടസ്സം. ആ തടസ്സം ഇല്ലാതാക്കാനാണെന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. പക്ഷേ അവൻ ഒടുക്കത്തെ ആയുസാണ്. അവൻ ഇല്ലാതായില്ല. ആ വിഷമത്തിലിരിക്കുന്ന ശിഖയെ പതിയെ എൻ്റെ ആക്കി മാറ്റാനായിരുന്നു എൻ്റെ പ്ലാൻ. അവൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ആ ദേവൻ, അവനെ സൂക്ഷിക്കണം. വിഷ്ണുദേവ് പേരിൽ മാത്രമാണ് അവൻ ദേവൻ. ദേഷ്യം വന്നാൽ അവൻ അസുരൻ്റെ സ്വഭാവമാണ്. ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അന്ന് ആ ലോറി ഓടിച്ചത് ഞാനാണെന്ന് ദേവൻ അറിയില്ല. അവൻ എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി പ്ലാനിങ് ഒക്കെ അത് കഴിഞ്ഞ് നടത്താം. രാഹുൽ അർജുനെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി.
ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്നറിയാവുന്നതുകൊണ്ട് അവിനാഷ് ദേവനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. ദേവൻ അപ്പോഴും നല്ല ദേഷ്യത്തിലായിരുന്നു. അവിനാഷ് അവനെ കോ ഡ്രൈവർ സീറ്റിലിരുത്തിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ചെന്നിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. കുറേ നേരത്തേക്ക് അവർക്കിടയിൽ മൗനം തന്നെയായിരുന്നു. അവിനാഷ് ആളൊഴിഞ്ഞ സ്ഥലം നോക്കി കാർ നിർത്തി. ദേവ, അവിനാഷ് അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. അവൻ എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ദേഷ്യം അപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു. ദേവ, നിന്നെപ്പോലെ എനിക്കും ആ ഡാഷ് മക്കളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ചാണ് അവന്മാർ രണ്ടും കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നത്. ചക്കയെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നീയും. നിങ്ങൾക്ക് രണ്ടുപേർക്കുമെതിരെ അവന്മാർ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അവന്മാരെ വെറുതെ വിടാൻ ഞാൻ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചത് കേട്ട് ദേവൻ സംശയത്തിൽ അവനെ നോക്കി. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീയും ചക്കിയും ഇപ്പൊ ലൈഫിലെ ഏറ്റവും നല്ല ടൈമിലൂടെയാണ് കടന്നു പോകുന്നത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരും. കുഞ്ഞുമൊത്ത് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം. അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായിട്ട് അവന്മാർ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെല്ലാം മനസ്സിലാക്കിയെന്ന് അവന്മാർ തിരിച്ചറിഞ്ഞാൽ അവർ അവിടെ നിന്ന് കടന്നു കളയും. അതിനനുവദിച്ചുകൂടാ. 2 ദിവസം, 2 ദിവസം അതിനുള്ളിൽ അവനെ, ആ രാഹുലിനെ നിന്റെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കും. ആ ഡാഷ് മോനു വേണ്ടി. അവനാണല്ലോ നിന്നെ കൊല്ലാൻ നോക്കിയത്. അവൻ്റെ ജീവിതം പോലും മറന്ന് ജീവൻ കളഞ്ഞും അർജുനു വേണ്ടി എന്തിനും മുന്നിൽ നിൽക്കുന്നത് രാഹുലാണല്ലോ. അപ്പം ആദ്യം നമുക്ക് അവൻ്റെ ജീവൻ തന്നെ അങ്ങ് എടുക്കാം. ദിവസം കൊണ്ട് അവനെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരും. അതുകൊണ്ട് നീ ഇപ്പം നിന്റെ ഈ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് എടുക്കുക. നിന്റെ മുഖം കണ്ടാൽ പിന്നെ ചക്കി കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നിന്റെ ചെറിയ മാറ്റം പോലും അവൾക്ക് മനസ്സിലാകും. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. അവിനാഷ് പറയുന്നത് കേട്ട് ഒന്ന് മൂളുക മാത്രം ചെയ്തു. ദേവൻ ഒന്ന് കണ്ണടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളും അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഓരോന്നോർക്കും തോറും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് തൻ്റെ പ്രാണനായവളുടെ മുഖം കടന്നു വന്നു. അവളെക്കുറിച്ചൊക്കെ അവൻ്റെ മനസ്സിലെ സംഘർഷങ്ങളെല്ലാം ഇല്ലാതായി. അവൻ്റെ മുഖത്ത് ചെറിയ രീതിയിൽ ചിരി തെളിഞ്ഞു. അവൻ്റെ ചിരിച്ച മുഖം കണ്ട അവിനാഷിൻ്റെ മുഖത്തും ആ ചിരി വിരിഞ്ഞു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. അവി, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? എന്തോ സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞല്ലേ നീ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്? എന്നിട്ടൊരു പട്ടിക്കൂട്ടി പോലും ഇല്ലാത്ത ഈ വഴിയിലൂടെ നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ ദേവ, നീ കുറച്ചു നേരത്തേക്കൊന്ന് മിണ്ടാതിരിക്കുവോ? ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാത്തതിന് നിനക്കെല്ലാം മനസ്സിലാകും. ഇത് ചെയ്യുന്നതിനിടയിൽ അവിനാഷ് ദേവനോട് പറഞ്ഞു. അവനോട് എത്ര ചോദിച്ചാലും പറയില്ലെന്ന് മനസ്സിലായതും ദേവൻ പിന്നെ മിണ്ടാൻ നിന്നില്ല. കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു പഴയ ഗോഡൌണിന് മുന്നിൽ അവരുടെ കാർ വന്നു നിന്നു. അവിനാഷും ദേവനും കാറിൽ നിന്നിറങ്ങി. ദേവൻ ചുറ്റിനും സംശയത്താൽ നോക്കി. അപ്പോഴേക്കും അകത്തുനിന്നും ഒരു 10-40 വയസ്സുള്ള ഒരാൾ പുറത്തേക്ക് വന്നു. സർ, എന്തായി തോമസ് ഏട്ടാ? പറഞ്ഞതുപോലെയെല്ലാം ചെയ്തില്ലേ? അവന് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു സാറേ. സാരമില്ല, അതൊക്കെ പിള്ളേർ തീർത്ത് കൊടുത്തിട്ടുണ്ട്. തോമസ് ഏട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ഒടുവും ചതവും ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്ന്? അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. ദേവനാണെങ്കിൽ പൊട്ടനാട്ടം കാണുന്നത് പോലെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏയ്, അതൊന്നുമില്ല. സാറ് പ്രത്യേകം പറഞ്ഞതല്ലേ ഒരു പോറൽ പോലും ഉണ്ടാവരുതെന്ന്. അതുകൊണ്ട് ഞാനത് പിള്ളേരോട് പറഞ്ഞിരുന്നു. അവർ അത് വേണ്ട വിധമാണ് കൈകാര്യം ചെയ്തത്. അവൻ ഒന്ന് മൂളിയിട്ട് ദേവന് നേരെ തിരിഞ്ഞു. അവനാണെങ്കിൽ ഇതെന്താ കഥയെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ അകത്തേക്ക് വാ, അപ്പോൾ എല്ലാം മനസ്സിലാകും. അവിനാഷ് ദേവന്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. അതിനകത്ത് കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് കൊട്ടേഷൻ പിള്ളേരാണെന്ന്. അവിനാഷ് ദേവനെയും കൊണ്ട് അവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിലേക്ക് പോയി. അവിടെ ചെയറിൽ കൈകാലുകൾ ബന്ധിച്ച് ബോധമില്ലാതെ കിടക്കുന്ന രാഹുലിനെ കണ്ട് ദേവൻ അന്തിച്ചു നിന്നു. അവി, ഇത് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ല ദേവ, 2 ദിവസത്തിനുള്ളിൽ ഇവനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമെന്ന്. നിനക്ക് ഞാൻ തന്ന വാക്കു പാലിച്ചിരിക്കുന്നു. ഇനി ഇവനെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ദേവനോട് പറഞ്ഞുകൊണ്ട് അവിനാഷ് തോമസിനെ കണ്ണു കാണിച്ചു. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാളൊന്ന് തലകുലുക്കിയിട്ട് മുറിക്ക് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു ബക്കറ്റിൽ വെള്ളവുമായി തിരിച്ചു വന്നു.
തോമസ് അതുമായി നേരെ രാഹുലിന്റെ അടുത്തേക്ക് ചെന്ന് ആ ബക്കറ്റിലെ വെള്ളം മുഴുവൻ തലവഴി ഒഴിച്ചു. ശരീരത്തിലേക്ക് വെള്ളം വീണപ്പോൾ രാഹുൽ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവന് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൻ ബുദ്ധിമുട്ടി കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. തോമസ് നിൽക്കുന്നത് കൊണ്ട് ദേവനെയോ അവിനാശിനെയോ അവൻ കണ്ടിരുന്നില്ല. നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത്? അവശതയോടെ അവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന തോമസിനെ നോക്കി ചോദിച്ചു. അതിനുള്ള ഉത്തരം ഞങ്ങൾ തരാം. അവിനാഷ് അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവിനാഷിനെ കണ്ട് രാഹുൽ ഞെട്ടി. തോമസ് അവൻ്റെ മുന്നിൽ നിന്നും മാറി. അവനെ തന്നെ നോക്കി കത്തുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ദേവനെയും കൂടി കണ്ടപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്? ഇല്ല, എനിക്കറിയില്ല. നിങ്ങളൊക്കെ ആരാ? അവൻ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. പറഞ്ഞതു മാത്രമേ അവൻ ഓർമ്മയുള്ളൂ. ദേവൻ അവനെ കസേര ഉൾപ്പെടെ ചവിട്ടി താഴെയിട്ടു. പൊന്ന ഡാഷു മോനെ, നീയും നിന്റെ ആ ഡാഷു മോനും കൂടി ചെയ്തതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാനിവിടെ നിൽക്കുന്നത്. അന്ന് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായ അന്ന് ആ ലോറിയിൽ ഞാൻ നിന്നെ വ്യക്തമായി കണ്ടതാണ്. എന്നിട്ടും മിണ്ടാതിരുന്നത് നിന്നെ കണ്ടുപിടിക്കാനാണ്. ഇനി നിനക്ക് രക്ഷയില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ പ്രിയ കൂട്ടുകാരൻ ആ അർജുനും. നീ ആയിരുന്നല്ലോ അവൻ എല്ലാത്തിനും കൂട്ടിന്. അപ്പോൾ നിന്റെ ജീവൻ തന്നെ ആദ്യം അങ്ങെടുക്കാം. ഒരു ക്രൂരഭാവത്തോടെ ദേവൻ പറയുന്നത് കേട്ട് രാഹുൽ ഒന്ന് വിറച്ചു. അവരുടെ കയ്യിൽ നിന്നും തനിക്ക് രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. പ്ലീസ് എന്നെ വെറുതെ വിടണം. അവൻ്റെ ആ കരച്ചിൽ പോലും ദേവനൊരു ലഹരിയായിരുന്നു. അവിനാഷും അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടിരുന്നു. തോമസ് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഒരു ബാഗുമായി വന്നു. അവിനാഷ് ആ ബാഗ് വാങ്ങി അതിൽ നിന്ന് സിറിഞ്ചും ഒരു ഡ്രഗ് ബോട്ടിലും പുറത്തെടുത്തു. അത് കണ്ട് ദേവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവിനാഷ് സിറിഞ്ചിലേക്ക് ഡ്രഗ് കയറ്റി അത് ദേവന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വാങ്ങി മുന്നോട്ട് നടന്നു. അവൻ അടുത്തേക്ക് വരുന്തോറും രാഹുലിന്റെ കരച്ചിലിന്റെ ശക്തി കൂടി വന്നു. അവന് അവിടെ നിന്നൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടന്നുപോയി. ദേവൻ തോമസിനെ കണ്ണു കാണിച്ചു. അത് മനസ്സിലായതുപോലെ അയാൾ മറിഞ്ഞു കിടക്കുന്ന കസേര പൊക്കി നേരെ വെച്ചു. രാഹുലിനെ നോക്കി ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൻ ആ ഡ്രഗ് അവൻ്റെ കഴുത്തിൽ തന്നെ ഇഞ്ചക്ട് ചെയ്തു. വേദനയായുള്ള അവൻ്റെ കരച്ചിൽ അവിടെ എങ്ങും മുഴങ്ങിക്കേട്ടു. തോമസ് ഏട്ടാ, പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്ക്. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം അവിനാഷ് തോമസിനോട് പറഞ്ഞു. ഓ. അതിന് അയാളൊന്ന് മൂളി. ദേവനും അവിനാഷും കാറിൽ കയറി അവിടെ നിന്നും പോന്നു. നിനക്കെങ്ങനെ അയാളെ അറിയാം? അത് തോമസ് വലിയ ഗുണ്ടയാണ്. നീ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ഞാൻ ഒരാളെ റോഡിൽ നിന്നും രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച് ബ്ലഡൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞത്? തോമസ് ഏട്ടനാണ്. അന്ന് തോമസ് ഏട്ടൻ പറഞ്ഞിരുന്നു എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയെന്ന്. ഇതുവരെ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വേണ്ടി വന്നു. അന്ന് ഞാൻ രാഹുലിൻ്റെ ഫോട്ടോ എടുത്ത് തോമസ് ഏട്ടൻ അയച്ചിരുന്നു. അവനെ പൊക്കാൻ പറഞ്ഞു. എന്താ ഏതാ എന്നൊന്നും തോമസ് ഏട്ടൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് ചെയ്തു. നീ പേടിക്കണ്ട, വിശ്വസിക്കാം. രാഹുലിൻ്റെ മരണം അതൊരു ആക്സിഡൻ്റായിട്ട് മാറിക്കോളും. പിന്നെ ആ ഡ്രഗ്, അതിൻ്റെ കാര്യം ഒരു ഡോക്ടറായ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്താൽ അതിൻ്റെ ഒരു അംശം പോലും കണ്ടെത്താനാവില്ല. അതുകൊണ്ട് നമ്മൾ സേഫാണ്. ഇനി അവനാണുള്ളത്, അർജുൻ. അവനെയും ഇതുപോലെ ആരും അറിയാതെ നമ്മളങ്ങ് തീർക്കും. അവിനാഷ് ഗൂഢമായ ചിരിയോടുകൂടി പറഞ്ഞു. ആ ചിരി ദേവനിലേക്കും പകർന്നു. പറഞ്ഞതുപോലെ തന്നെ അതൊരു ആക്സിഡൻ്റായിട്ടാണ് പുറം ലോകം അറിഞ്ഞത്. രാഹുലിൻ്റെ മരണം അറിഞ്ഞ് അർജുൻ ആകെ തകർന്നു. എപ്പോഴും മദ്യപാനം തന്നെയായിരുന്നു. തോമസിൻ്റെ ആളുകൾ എപ്പോഴും അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകുവാണെന്നറിഞ്ഞത്. ദേവന് ഹോസ്പിറ്റലിൽ നിന്നും ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നാട്ടിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അർജുൻ നാട്ടിലേക്ക് പോയെങ്കിലും അവിടെയും തോമസിൻ്റെ ആളുകൾ അവനെ പിന്തുടർന്നു. ഏതാണ്ട് 2 മാസങ്ങൾ കഴിഞ്ഞാണ് ദേവന് ഹോസ്പിറ്റലിൽ നിന്നും ലീവ് ശരിയായത്. അവനന്ന് ആക്സിഡന്റ് സമയത്ത് ഒത്തിരി ലീവ് എടുത്തത് കൊണ്ട് അവന് ലീവ് ശരിയായത് കുറച്ച് വൈകിയാണ്. അപ്പോൾ ചക്കിക്ക് 6 മാസം തുടങ്ങിയിരുന്നു. ദേവനൊപ്പം തന്നെ അവിനാഷും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനിയും വെച്ച് താമസിപ്പിക്കാതെ നാട്ടിലെത്തിയാൽ ഉടനെ അർജുൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു.
അതുകൊണ്ട് തന്നെ അവർ വരുന്നതിന് മുന്നേ തന്നെ തോമസ് അവനെ പൊക്കി. ഇത്തവണ ദേവന്റെയും അവിനാഷിന്റെയും കൂടെ ഹരിയും ഉണ്ടായിരുന്നു. നാട്ടിൽ തോമസിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് ഹരി തന്നെയായിരുന്നു. ദേവേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? ചക്കിയുടെ ശബ്ദം കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ആ, നീ എഴുന്നേറ്റോ? അവൻ ചോദിച്ചുകൊണ്ട് സ്വിങ്ങിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. ദേവേട്ടൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കുറച്ചു നേരം നിന്റെ അടുത്തിരുന്നു. നീ നല്ല ഉറക്കമായിരുന്നു. ഞാനപ്പോൾ കുറച്ചു നേരം എൻ്റെ മോളോട് സംസാരിച്ചു, പിന്നെ ഇവിടെ വന്നിരുന്നു. അവൻ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളുടെ ചുണ്ട് കോർത്തു. ചക്കി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുണ്ടിങ്ങനെ കൂർപ്പിച്ചു പിടിക്കരുതെന്ന്. അത് കേട്ട് അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു. അത് കണ്ട് അവനൊന്ന് ചിരിച്ച് പിന്നെ അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. ചെല്ല്, പോയി ഒന്ന് മുഖം കഴുകിയിട്ട് വാ. ഉറങ്ങി എഴുന്നേറ്റതല്ലേ, എന്നിട്ട് നമുക്ക് താഴെ പോയി ചായ കുടിക്കാം. ഉച്ചയ്ക്ക് ഉറങ്ങാൻ കയറിയതാ നീ, ഇപ്പോൾ വൈകുന്നേരമായി പറഞ്ഞുകൊണ്ട് അവൻ അവളെ ബാത്റൂമിലേക്ക് കയറ്റി. അവൾ മുഖം കഴുകി വന്നതും അവൻ അവളെയും കൊണ്ട് താഴേക്ക് പോയി. എല്ലാവരോടും ഒപ്പം ഇരുന്ന് ചായ കുടിച്ച് സംസാരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ദേവനൊരു ഫോൺ വന്നു. അവൻ മാറി നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവൻ അകത്തേക്ക് വന്നു. അച്ഛാ, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. എവിടേക്കാ ദേവാ? അവിനാഷും അമ്മയും വരുന്നുണ്ട്, അവരെ വിളിക്കാൻ പോവുക. അപ്പോ എന്നോട് വരുന്നില്ലെന്ന് പറഞ്ഞതോ? ചക്കി ചുണ്ടു പിളർത്തിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. അവരുടെയൊക്കെ ചിരി കണ്ട് അവൾ ദേഷ്യത്തിൽ മുഖം വീർപ്പിച്ചു. അത് അവന് ലീവ് ശരിയായില്ലായിരുന്നു, അതാ വരുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞത്. ഇന്ന് രാവിലെ അവന് ലീവ് ശരിയായി. അപ്പോൾ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അതാ. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ദേവൻ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് റെഡിയായി വന്നു. ചക്കി, നീ എന്നെ നോക്കിയിരിക്കണ്ട, ഞാൻ ചിലപ്പോൾ വരാൻ വൈകും. അവിനാഷും അമ്മയും ഒന്ന് തറവാട്ടിൽ കയറിയിട്ടേ വരൂ, അതുകൊണ്ട് ലേറ്റ് ആകും. ഫുഡും മെഡിസിനും കഴിച്ചിട്ട് നീ സമയത്തിന് കിടന്നോളണം. അവൻ പറഞ്ഞതിന് അവൾ തല കുലുക്കി സമ്മതിച്ചു. അവൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. ആദ്യം തന്നെ എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് അവരെ പിക്ക് ചെയ്ത് അവിനാഷിൻ്റെ തറവാട്ടിലേക്ക് പോയി. അമ്മയെ അവിടെ ഇറക്കി അത്യാവശ്യമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും അവരുടെ ലക്ഷ്യസ്ഥലത്തേക്ക് പോയി. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവരുടെ കാർ ആൾതാമസമില്ലാത്ത ഒരിടത്ത് വന്നു നിന്നു. ദേവനും അവിനാഷും കാറിൽ നിന്നും ഇറങ്ങി. അതൊരു വീടായിരുന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് പോയി. അകത്ത് ഹരിയും തോമസും ഉണ്ടായിരുന്നു. ആ ദേവേട്ട, എല്ലാം റെഡിയാണ്. അവൻ ദേ ആ മുറിയിലുണ്ട്. ഹരി ഒരു മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ അങ്ങോട്ട് നടന്നു, ഒപ്പം ബാക്കിയുള്ളവരും. അവൻ ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ അർജുൻ ദേവനെ കണ്ടു ഞെട്ടി. എന്താ അർജുൻ, സുഖമാണോ? പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് ദേവൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അർജുന് അപ്പോഴും ചില സംശയങ്ങളുണ്ടായിരുന്നു. അവൻ അതേ സംശയഭാവത്തോടെ ദേവനെ നോക്കി. ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. അതെ, നിന്റെ ഊഹം ശരിയാണ്. എനിക്കെല്ലാം അറിയാം, നിന്റെ ഉദ്ദേശം എന്താണെന്നുൾപ്പെടെ. അതുപോലെ നിന്റെ കൂട്ടുകാരൻ രാഹുൽ, അവൻ്റെ മരണവും ദേ എൻ്റെ ഈ കൈ കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ നിന്റെയും. ദേവൻ പറയുന്നത് കേട്ട് അർജുൻ്റെ ശരീരം ഒന്ന് വിറച്ചു. രാഹുൽ മരിച്ചതല്ല, ആരോ കൊന്നതാണെന്ന് അറിയാമെങ്കിലും അതിനു പിന്നിൽ ദേവനായിരിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. അവൻ്റെ മുഖത്ത് പേടി തളം കെട്ടി. ഹരി, ഗാംഭീര്യത്തോടെയുള്ള ദേവൻ്റെ ശബ്ദം ആ മുറിയിൽ എങ്ങും മുഴങ്ങിക്കേട്ടു. ആ വിളി എന്തിനാണെന്ന് മനസ്സിലായതുപോലെ ഹരി ഒരു ബാഗ് എടുത്തു കൊണ്ടുവന്നു. അതിൽ നിന്നും അവനൊരു സിറിഞ്ചെടുത്ത് അതിൽ പലതരത്തിലുള്ള പോയിസൺ നിറച്ചു. അതെല്ലാം കാണുകെ അർജുൻ്റെ ശരീരം പേടികൊണ്ട് വിറച്ചുകൊണ്ടിരുന്നു. നിനക്ക് സുഖമായിട്ടുള്ളൊരു മരണം, അതാണ് ഞാൻ തരുന്നത്. നിന്റെ ശരീരത്തിലെ ഓരോ അണുവിലും ഈ പോയിസൺ എത്തുമ്പോൾ നിനക്കുണ്ടാകുന്ന വേദന നീ അറിയണം. അങ്ങനെ അറിഞ്ഞറിഞ്ഞ് നീ മരിക്കണം. പേടിയോടെയുള്ള അവൻ്റെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ ആ പോയിസൺ അർജുൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. തോമസ് ഏട്ടാ, ഇവിടെ തന്നെ ഉണ്ടാവണം. അവൻ്റെ ശരീരത്തിൽ നിന്നും അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ. അത് കഴിഞ്ഞ് എന്തു വേണമെന്നറിയാലോ? അറിയാം സാറേ, ഞാൻ ചെയ്തോളാം. ദേവൻ പറഞ്ഞത് കേട്ട് തോമസ് മറുപടി പറഞ്ഞു. ഹരിയും അവിനാഷും കാറിൽ കയറി. ദേവനും കാറിൽ കയറി അവിടെ നിന്ന് പോന്നു. രാത്രി ആയതുകൊണ്ട് അമ്മ തറവാട്ടിൽ തന്നെ നിൽക്കട്ടെ, നാളെ വിളിക്കാമെന്നും പറഞ്ഞ് അവിനാഷ് ദേവൻ്റെ ഒപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയി.
ഏറെ രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യം ചെയ്യാതെ ദേവൻ സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിനാഷ് ഹരിയോടൊപ്പം അവൻ്റെ മുറിയിലേക്ക് പോയി. ദേവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചക്കി സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ടു. അവൻ ചെന്ന് ഫ്രഷായിട്ട് അവളുടെ അടുത്തേക്ക് കിടന്നു. പതിയെ അവളുടെ വശത്തേക്ക് ചെരിഞ്ഞ് വയറിലൂടെ കൈയിട്ട് വീർത്ത വയറിൽ തലോടിക്കൊണ്ടിരുന്നു. അച്ഛൻ്റെ കൈയുടെ സ്പർശനം അറിഞ്ഞതുപോലെ ആദ്യമായി ആ കുഞ്ഞ് പ്രതികരിച്ചു. അതറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. അവൻ അവളോട് ചേർന്ന് കിടന്നു. ആ വയറിൽ വീണ്ടും തലോടിക്കൊണ്ട് നിദ്രയെ പുൽകി. അപ്പോഴും അവൻ്റെ സ്വപ്നങ്ങളിൽ അവരുടെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞും അവൻ്റെ പ്രണയമായവളും മാത്രമായിരുന്നു.